ഹേയ് ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിയ വലിയ ഒരു പെട്ടിയിൽ കുറച്ച് സാധനങ്ങളെ പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നത് തന്നെ ഞാനത്തോട് കടക്കാൻ പോവാണ്. ഇത് ഐ ആക്റ്റീവിൻ്റെ പീരിയഡ് പാൻറ്റിയാണ്. ഇതിൽ ഒന്നിൽ 10എണ്ണമാണുള്ളത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പാഡ് കപ്പ് യൂസ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു 200 റേഞ്ചിൽ ഇത് വരുന്നുള്ളൂ. 10 എണ്ണം ഇതിലുണ്ട്. ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. ബാക്കി എല്ലാത്തിനെ കഴിഞ്ഞും ഇത് പീരിയഡ് പാൻറ്റി ആണ്. ഇത് കണ്ടോ, നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അടുത്തത് ഹിമാലയൻ്റെ ഈ ഫേസ് വാഷ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ വൈറ്റമിൻ സിൻ്റെ ആയിരുന്നു ഇത്ര നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഹോണസ്റ്റ്ലി പറയട്ടെ, എനിക്കത് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇതും കൂടി ഒന്ന് യൂസ് ചെയ്തിട്ട് പറയാം. ഇപ്പം ഞാനിത് 2-3 ദിവസമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ കിട്ടിയതല്ല, ഞാൻ വേറെ ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കിത് കുറച്ച് എന്താ പറയുക, ഹെൽപ്ഫുള്ളായിട്ടാണ് ഇത് തോന്നുന്നത്. എന്നുവെച്ചാൽ മുഖത്ത് എനിക്ക് പിടിക്കുന്നുണ്ട്. എനിക്ക് ആക്ച്വലി അങ്ങനെ പ്രൊഡക്ട്സ് എല്ലാം അങ്ങനെ പിടിക്കുന്നതല്ല, കുറച്ച് അലർജി ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. അപ്പം ഇതെനിക്ക് പിടിക്കുന്നുണ്ട്. അപ്പം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നാണ്. ഇത് നല്ലതാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, നോക്കാം. പിന്നെ അടുത്തത് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാനിത് ഓൾറെഡി പൊട്ടിച്ചു. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആണ്. ഈ ലിപ് ബാം എന്ന് പറയുന്നത് നല്ല ലിപ് ബാമാണ്. ക്യാരമലാണ്. ലാക്മി ലിപ് ലവ് കാരസ്റ്റിക് SPF 15 വരുന്ന ക്യാരമലിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇതാണ് സാധനം. ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം അത് ഉപയോഗിച്ച് നോക്കാനുള്ള ആക്രാന്തം കൊണ്ട് ഓൾറെഡി അത് പൊട്ടിച്ചു പോയി. ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് ആകിയതുള്ളൂ. പിന്നെ ചുമ്മാ നിങ്ങൾക്കൊക്കെ അറിയണം. പിന്നെ ഇത് ഞാൻ സ്ട്രീറ്റ്സിൻ്റെ ഷാമ്പൂ കണ്ടീഷണറുമാണ്. ഇതിൻ്റെ മിനി പാക്ക് വാങ്ങാൻ കിട്ടും. ഒരു 230 290 അത്രയൊക്കെ റേറ്റ് വരുള്ളൂ. പാക്കേജ് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൈ നോക്കിയത്. അന്നേരം ഇത് 230 അത്രയോ ചെറിയ പാക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പം ഞാൻ അതായിരുന്നു ഇത്ര നാളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുള്ള ഒരു ഷാമ്പൂ കണ്ടീഷണറാണ്. ഡെയിലി യൂസ് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് യൂസ് ചെയ്യല്. ഇത് വളരെ നന്നായിട്ടുണ്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വലിയ പാക്ക് വാങ്ങിയത്. ഇതൊരു 900 റേഞ്ചിലാണ് ഇത് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 230 വരുന്ന അത് വാങ്ങിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് വാങ്ങിക്കുക. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല. അതെനിക്ക് യൂസ് ചെയ്ത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. വളരെ നല്ലതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ എൻ്റെ ഹെയർ കണ്ടിട്ട് ഇത് കട്ടിയൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ആക്ച്വലി എൻ്റെ എന്താ പറയുക, ജനറ്റിക്കലി എൻ്റെ ഹെയർ ഇങ്ങനെയാണ്. അതുകൊണ്ട് കട്ടി അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ള മുടി അടിപൊളിയായിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. ഈ ഷാമ്പൂ കണ്ടീഷണർ നല്ലതാണ്. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫംഗ്ഷനോ പരിപാടിയൊക്കെ വരുമ്പോൾ ഇത് ഇട്ടിട്ടാണ് പോവാറ്. കാരണം ഇത് ഷാമ്പൂ തേച്ചിട്ടാണ് പോവാറ്. കാരണം അപ്പോൾ ഒരു നല്ല കാണാൻ കുറച്ച് ലുക്കല്ല, കുറച്ച് ഭംഗി വോളിയൊക്കെ തോന്നിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടായിരിക്കും എല്ലാവരും പോകുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റാണ് ഇത്. കുറേ അറിയില്ല നിങ്ങൾക്ക്. ഓ മൈ ഗോഡ്, പൊടി തെറിക്കുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് ലാക്മീൻ്റെ 925 ഐക്കോണിക് ഐലൈനറാണ്. 15 സെക്കൻഡ് ക്വിക്ക് ഡ്രൈ ഇൻറ്റൻസ് ബ്ലാക്ക്. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു പാക്കാണ്. കാണുന്നുണ്ട്, ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു പാക്കാണ്. ഇതാണ് ഐലൈനർ വരുന്നത്. കാണുന്നുണ്ടോ? ഇത് ഞാൻ ഒരു 5 പാക്കറ്റെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും. ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കുറച്ച് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റുമെന്ന് അറിയത്തില്ല, കുറച്ച് പൈസയുണ്ട്. ഇത് ഇത്രയാണല്ലോ ആകെ. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാം. അല്ലാതെ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐലൈനറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ വീഡിയോ ഇട്ടതേ ഉള്ളൂ. അപ്പം ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. എനിവേ ബൈ.